ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ 3rd ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 6, 7 ആൻഡ് 8 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്രൂവ് ദ ഫോളോയിങ്, താഴെ തന്നിരിക്കുന്നത് പ്രൂവ് ചെയ്യാനാണ്. cos of pi by 4 minus x, cos of pi by 4 minus y, minus sin of pi by 4 minus x, sin of pi by 4 minus y is equal to sin of x plus y. നമ്മൾ LHS എന്ന് തുടങ്ങുകയാണ്. cos pi by 4 minus x, cos pi by 4 minus y, minus sin pi by 4 minus x, sin of pi by 4 minus y. ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ, എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, ഇതിനെ നമുക്കിതാ കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്താണ് കോസ് ഓഫ് എ പ്ലസ് ബി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, കോസ് എ ഇതാണ് എ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. പൈ ബൈ 4 മൈനസ് എക്സ് ആണ് എ, പൈ ബൈ 4 മൈനസ് വൈ ആണ് ബി. അപ്പോൾ എ നമ്മൾ പൈ ബൈ 4 മൈനസ് എക്സും ബീനെ നമ്മൾ പൈ ബൈ 4 മൈനസ് വൈ എന്നായിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ്, കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് വൈ, മൈനസ് സൈൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ്, സൈൻ ഓഫ് പൈ ബൈ 4 മൈനസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് എ പ്ലസ് ബി അഥവാ കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് വൈ. ഓക്കെ, അപ്പോൾ പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 2 പൈ ബൈ 4 കിട്ടും, മൈനസ് എക്സ് മൈനസ് വൈ. ഈ 2നെയും 4നെയും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ പൈ ബൈ 2 എന്ന് കിട്ടും. ഇനി പൈ എന്ന് പറയുന്നതിനെ നമ്മൾ 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ റേഡിയൻ ആണല്ലോ, അതിനെ നമ്മൾ ആംഗിളിലേക്ക് മാറ്റാനും വേണ്ടി 180 കൊടുത്തു. ദെൻ 180 by 2 90. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ തീറ്റയാണ്. നോക്കിക്കോ, കോസ് 90 ഇവിടെ ഉണ്ട്, മൈനസും ഉണ്ട് മൈനസും ഉണ്ട്. ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. എക്സ് പ്ലസ് വൈ ആണ് തീറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കോസ് 90 മൈനസ് തീറ്റ? അത് സൈൻ തീറ്റയാണ്. അപ്പോൾ കോസ് 90 മൈനസ് എക്സ് പ്ലസ് വൈ എന്താണ്? തീറ്റയുടെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ അത് സൈൻ എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു RHS, സൈൻ എക്സ് പ്ലസ് വൈ. അപ്പോൾ നമ്മൾ LHS എന്ന് തുടങ്ങി എവിടെ എത്തി? RHSലോട്ട് എത്തി. ക്ലിയർ? ഓക്കെ. ദെൻ അടുത്തൊന്ന് പ്രൂവ് ചെയ്യാനുള്ളത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മളിവിടെയും നമ്മൾ ഓരോ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ LHS എന്ന് തുടങ്ങുകയാണ്. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്, ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ഇതിനെ ടാൻ എക്സ് പ്ലസ് വൈ എന്നും ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന റിസൾട്ടുകൾ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ന്യൂമറേറ്റർ എടുത്തു, ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്, അതിനെ ടാൻ എക്സ് പ്ലസ് വൈ കൊടുക്കുകയാണ്. എന്താണ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, എന്താണ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്, വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, ഇതിൽ എക്സ് നമുക്ക് പൈ ബൈ 4 കിട്ടും. പൈയുടെ സ്ഥാനത്ത് ഞാൻ 180 കൊടുത്തു, 180 ബൈ 4 45. വൈ എന്ന് പറയുന്നത് എക്സ് ആണ്, വാല്യൂ കൊടുക്കുകയാണ്. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് എങ്ങനെ വരും? ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ പൈ ബൈ 4 ടാൻ എക്സ്. പൈ ബൈ 4 എന്താന്നുള്ളത് നമുക്കിവിടെ കിട്ടി, ഇറ്റ്സ് 45. ആംഗിളിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുക, അതുകൊണ്ടാണ് നമ്മൾ ആംഗിളിലോട്ട് മാറ്റണം കേട്ടോ റേഡിയനെ. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു ടാൻ എക്സ്, അതായത് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു ടാൻ എക്സ് എന്താണ്? ടാൻ എക്സ്. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന് കിട്ടി. ഇനി അടുത്തത് ഡിനോമിനേറ്റർ എടുക്കുകയാണ്. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. എന്താണ് ടാൻ എക്സ് മൈനസ് വൈ? ടാൻ എക്സ് മൈനസ് ടാൻ വൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ.
എക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 കിട്ടും, വൈ എക്സും കിട്ടും. ഇനി നമ്മൾ അതിൽ കൊടുക്കുക ടാൻ എക്സ് മൈനസ് ടാൻ വൈ. അപ്പോൾ ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ്, 1 പ്ലസ് ടാൻ പൈ ബൈ 4 ടാൻ എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4ഉം വൈൻ്റെ സ്ഥാനത്ത് എക്സും കൊടുക്കുക. ഇനി പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ആണ്, അപ്പോൾ ആ വാല്യൂ നമുക്ക് കൊടുക്കാം. ടാൻ 45 മൈനസ് ടാൻ എക്സ്, 1 പ്ലസ് ടാൻ 45 ഇൻറ്റു ടാൻ എക്സ്. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ 1 മൈനസ് ടാൻ എക്സ്, 1 പ്ലസ് 1 ഇൻറ്റു ടാൻ എക്സ്, ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ LHS വെച്ച് ചെയ്യാൻ പോവാണ്. ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. എന്താണ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്? അത് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. എന്താണ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്? അതോ 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഇനി രണ്ട് ഫ്രാക്ഷണൽ നമ്പറുകൾ ഡിവൈഡ് ചെയ്യാനാണ്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് അതേപോലെ എഴുതി, ഹരണം ഇൻറ്റു ഐ. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്താവും? 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് അത് അതിൻ്റെ സ്ക്വയർ ആണ്. 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് അത് അതിൻ്റെ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു സിംഗിൾ ഹോൾ സ്ക്വയർ ആയിട്ട് കൊടുക്കാനും പറ്റും, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റീസ് മക്കളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, എങ്കിലേ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് RHS കിട്ടി. നമ്മൾ LHS എന്ന് തുടങ്ങി എവിടേക്ക് എത്തി? RHSലോട്ട് എത്തി. ക്ലിയർ? ഒരെണ്ണം കൂടി. കോസ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ പൈ മൈനസ് എക്സ് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. LHS എന്ന് തുടങ്ങണം. എക്സിന് ഞാൻ പൈ കൊടുത്തു, നമ്മൾ ആംഗിളിലോട്ട് മാറ്റാണ്. റേഡിയൻ എപ്പോഴും നമ്മൾ ആംഗിളിലോട്ട് മാറ്റാൻ നോക്കുക കേട്ടോ. എക്സിന് ഞാൻ പൈ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് 180 പ്ലസ് എക്സ് കോസ് മൈനസ് എക്സ്. പൈക്ക് നമ്മൾ 180 കൊടുത്തു. സൈൻ പൈ മൈനസ് എക്സ് സൈൻ 180 മൈനസ് എക്സ് ആയി. ദെൻ കോസ് 180 ബൈ 2 പ്ലസ് എക്സ് ആയി. 180 ബൈ 2 90, അത് ഞാൻ കൊടുത്താണ്ട് ഒന്ന് മാറ്റി എഴുതി. കോസ് 180 പ്ലസ് എക്സ്, ഇതിനൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടതാ. കോസ് 180 പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് കോസ് എക്സ് ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് എക്സ് ആണ്. സൈൻ ഓഫ് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ എക്സ് ആണ്. ദെൻ കോസ് ഓഫ് 90 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ എക്സ് ആണ്. ഇങ്ങനെ കുറേ ഐഡൻറ്റിറ്റീസ് നമുക്കുണ്ട്, അതൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി നമ്മളിതിൽ വാല്യൂ കൊടുക്കാൻ പോവാണ്. കോസ് 180 പ്ലസ് എക്സ് അതെന്താ? മൈനസ് കോസ് എക്സ്. കോസ് മൈനസ് എക്സ് എന്താ? അത് കോസ് എക്സ്. ഇനി സൈൻ 180 മൈനസ് എക്സ് എന്താ? അത് സൈൻ എക്സ്. കോസ് 90 പ്ലസ് എക്സ് എന്താ? അത് മൈനസ് സൈൻ എക്സ്. നോക്കിയാ, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താ? കോസ് സ്ക്വയർ എക്സ്. മൈനസ് അവിടെ കൊടുക്കുക. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്. രണ്ട് മൈനസും ക്യാൻസൽ ആയി പോയി, പോസിറ്റീവായി. അപ്പോൾ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിലോ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്തായിരിക്കും? കോട്ട് സ്ക്വയർ എക്സ് ആയിരിക്കും. ഇപ്പം RHS ആയില്ലേ? RHS ആയില്ലേ? അപ്പോൾ മക്കളെ ഐഡൻറ്റിറ്റി നന്നായിട്ട്, ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഈ എല്ലാ ഐഡൻറ്റിറ്റീസും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? പഠിക്കുക. അത് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു റിസ്കി, അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഈ ഒരു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി 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 ഡിഫിക്കൾട്ട്. സോ എല്ലാ ഐഡൻറ്റിറ്റീസും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.